ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം കമലേശ്വരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തിയതിന് അക്കൗണ്ട്സ് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായി. രാജസ്ഥാൻ സ്വദേശിയായ ജദിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. 5 ചട്ടുകളിലായി കഞ്ചാവ് നട്ടു വളർത്തുകയായിരുന്നു. ഈ സ്ഥലത്ത് ഈ ടെറസിന്റെ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ 5 കഞ്ചാവ് ചെടികൾ, വ്യത്യസ്ത അളവുകളിലുള്ള നീളത്തിലുള്ള 5 കഞ്ചാവ് ചെടികൾ പ്രത്യേകം ചട്ടിയിലാക്കി തന്നെ അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനുവേണ്ടി പ്രത്യേകം മണ്ണ് സംഭരിച്ച് വെച്ച് വളർത്തുന്ന രീതിയിലാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ജിതിൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരാളിനെയാണ് നമ്മൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ ബാക്കി ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ ഇപ്പോൾ 3 പേര് താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ വാടക എഗ്രിമെന്റ് എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജിതിന്റെ പേരിലാണ്. ഇതിനെ ചോദ്യം ചെയ്തതിൽ അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളാണ് ഇപ്പോൾ പ്രസാദം ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അറിയാൻ പറ്റത്തുള്ളൂ. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ള ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ അയാളുടെ കിടപ്പുമുറിയിലും ടെറസിലുമൊക്കെയായി കഞ്ചാവ് വളർത്തുന്നു. അതിന് ഗൗരവം അറിയാതെ ഒന്നും ആയിരിക്കില്ലല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇയാൾ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്? വിജയകുമാർ, എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. തിരുവനന്തപുരം കമലേശ്വരത്ത് കഴിഞ്ഞ 11 മാസമായി ഈ കസ്റ്റഡിയിലായ രാജസ്ഥാൻ സ്വദേശി താമസിക്കുന്നുണ്ട്. മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇവർ താമസിച്ചു വരുന്നത്. എക്സൈസ് സംഘം ഇന്ന് വൈകിട്ടോടുകൂടി വീട്ടിലെത്തുമ്പോഴാണ് 5 ചട്ടികളിൽ കഞ്ചാവ് ചെടി വളർത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം ഈ 2 പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിയായ ജതിൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താനാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഈ രാജസ്ഥാൻ സ്വദേശിയായ ജതിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഈ AG's ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ 3 പേരും എന്നതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. കസ്റ്റഡിയിലെടുത്ത രാജസ്ഥാൻ സ്വദേശിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് എക്സൈസ് സംഘം അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പമുള്ള മറ്റ് 2 പേർക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള പ്രാഥമിക നിഗമനം മാത്രമാണ് എക്സൈസിനുള്ളത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നതാണ് എക്സൈസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. രാജസ്ഥാൻ സ്വദേശി ജതിൻ ആണ് പിടിയിലായത്. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് 3 സഹപ്രവർത്തകർക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് പ്രാഥമികമായി വിലയിരുത്തൽ. കഞ്ചാവ് ചെടികൾ തന്നെയല്ല, കഞ്ചാവ് വിത്തുകളും അയാൾ സൂക്ഷിച്ചിരുന്നു വീട്ടിൽ. ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ഗസറ്റഡ് റാങ്കിലുള്ള AG's ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഈ വീട്ടിൻ്റെ ടെറസിൽ കഞ്ചാവ് ചെടികൾ വളർത്തുന്നത്. രാജസ്ഥാൻ സ്വദേശിയാണ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വഖഫ് ഭേദഗതി നിയമത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ച് സുപ്രീം കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര വഖഫ് കൗൺസിലിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കേസ് അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിൽ രേഖാമൂലം നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. നിയമം സ്റ്റേ ചെയ്യരുതെന്നും വഖഫ് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് കൗൺസിലുകളിലേക്കോ ബോർഡുകളിലേക്കോ നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ പശ്ചാത്തലം പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമം സ്റ്റേ ചെയ്യണമെന്നില്ല, എന്നാൽ തൽസ്ഥിതി മാറരുതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ മറുപടി പുനഃപരിശോധിക്കാൻ ഹർജിക്കാർക്ക് 5 ദിവസത്തെ സമയം അനുവദിക്കും. ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുന്നിലെത്തിയ എല്ലാ ഹർജികളിലും വാദം പറ്റില്ലെന്ന് അറിയിച്ച കോടതി 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി. മറ്റ് ഹർജികൾ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും. മെയ് 5-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി.
വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയെന്ന് CPS സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് ഇന്ത്യ മുന്നണി ഉയർത്തിയ ആശങ്കകൾ ശരിവെക്കുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ സുപ്രീം കോടതി 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും നിലവിലെ വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശം BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന് പ്രസക്തിയില്ലെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്നുള്ളത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. സുപ്രീം കോടതിയുടേത് ശ്രദ്ധേയമായ വിധിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയാണ് ഇടക്കാല വിധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ RSSൻ്റെയും BJPയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന അടിയാണത്. വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റിനടുത്ത് പോലും സപ്രസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സുപ്രീം കോടതി വിധി ഉയർത്തി മുനമ്പം വിഷയത്തിലടക്കം BJPയെ പ്രതിരോധിക്കാനാണ് UDF LDF മുന്നണികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക് 24. മുനമ്പം ഭൂമി തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ബിഷപ്പുമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആവർത്തിച്ചു BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്ന് K മുരളീധരന്റെ പരിഹാസം. വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പോര് കടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും. എന്നാൽ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം വൈകിപ്പിക്കാമല്ലോ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ, അതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകം തന്നെ തീരുമാനിക്കാമായിരുന്നു. അതിനിടെ മുനമ്പം നിവാസികൾക്ക് നീതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന നിലപാട് ആവർത്തിച്ച് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അവർക്ക് ആവശ്യം നീതിയാണ്. നീതി ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്റിനാണ്. നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്താനുള്ള ഇടപെടലാണ് ചിലർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് റെക്കോർഡ് ചരക്ക് നീക്കം നടക്കുന്നതിനിടെയാണ് കമ്മീഷനിങ്. കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീട്ടുകയായിരുന്നു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് അടുത്ത മാസം 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. വിഴിഞ്ഞത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കാനുള്ള കരാർ ഈ മാസം 9 ഒപ്പിട്ടിരുന്നു. തുറമുഖത്തു നിന്നുള്ള വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ 20% വെച്ച് കേന്ദ്രത്തിലേക്ക് അടയ്ക്കണമെന്ന വ്യവസ്ഥയും സംസ്ഥാനം അംഗീകരിച്ചു.
ഇതോടെയാണ് വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വിഴിഞ്ഞം തുറമുഖത്ത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചിരുന്നു. ഇതുവരെ 263 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നത്. 5 ലക്ഷത്തിനടുത്ത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായി. പുതിയൊരു തുറമുഖത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതിയായിട്ടുണ്ട്. 2028-ൽ ഇത് പൂർത്തിയാക്കാനാണ് കരാർ. 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിച്ച് താൽക്കാലിക പരിഹാരം കാണാനുള്ള സർക്കാർ നീക്കം തടഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ മനുഷ്യച്ചങ്ങല തീർത്തതോടെ ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി. തലസ്ഥാനത്തിരുന്ന് യോഗം നടത്തുന്നത് അവസാനിപ്പിച്ച് മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പൊഴിമുറിക്കാനായി ഉദ്യോഗസ്ഥരെത്തിയാൽ തടയുമെന്നത് മുതലപ്പൊഴിയിലെ മനുഷ്യരുടെ ഉറച്ച തീരുമാനമായിരുന്നു. ഉദ്യോഗസ്ഥരെത്തിയതിന് പിന്നാലെ മുതലപ്പൊഴിയിൽ സാക്ഷ്യം വഹിച്ചത് നാടകീയ രംഗങ്ങൾക്ക്. ഇന്നു മുതൽ പൊഴിമുറിക്കൽ. ഡ്രഡ്ജർ കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കും. ഒരു ഡ്രഡ്ജർ കൂടി അടിയന്തരമായി എത്തിക്കും. 2 ലോങ് ബൂം എക്സ്കവേറ്ററുകളുടെ കൂടി സേവനം. ഇതൊക്കെയായിരുന്നു ഇന്നലെ മന്ത്രി സജി ചെറിയാനുമായുള്ള ചർച്ചയിലെ ഉറപ്പുകൾ. പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തും മുൻപ് മണൽപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ വള്ളം നിരത്തി. സർവ്വസന്നാഹങ്ങളോടെയുമാണ് ഉദ്യോഗസ്ഥ സംഘം പൊഴിമുറിക്കാൻ മുതലപ്പൊഴിയിലെത്തിയത്. സുരക്ഷ ഒരുക്കാൻ കാക്കിപ്പടയും ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ആർത്തിരമ്പി. ഇപ്പോൾ അവിടെ വന്ന് പ്രതിഷേധം കണ്ടപ്പോൾ അവരുടെ ആശങ്ക അവർക്ക് വള്ളങ്ങൾ കടലിൽ പോകണം. വലിയ വള്ളങ്ങൾ കടലിൽ പോകണമെങ്കിൽ പൊഴി മുറിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വള്ളങ്ങൾക്ക് പോകുന്ന വിധത്തിലുള്ള വീതിയും ആഴവും അവിടെ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഹിറ്റാച്ച് മാത്രമല്ല ഡ്രഡ്ജറും കൂടെ ഉപയോഗിച്ചിട്ട് ആ പ്രവൃത്തി ചെയ്യാമെന്നും രാത്രിയും പകലും വെച്ചിട്ട് 2-4 ദിവസം കൊണ്ട് അത് ഡ്രഡ്ജർ വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. പക്ഷേ അവർ ഫുള്ളായിട്ട് എന്നോട് നിൽക്കണം. മണൽത്തിട്ട് മുഴുവൻ മാറ്റി അഴിമുഖത്ത് 5 മീറ്റർ ആഴം ഉറപ്പാക്കിയില്ലെങ്കിൽ മത്സ്യബന്ധനം മുടങ്ങുമെന്നും സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം. ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ വന്ന ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല. ഒരു കാരണവശാലും ഈ മണ്ണ് ടച്ച് ചെയ്ത് മാറ്റാതെ ആരുമായി ഒരു കോൺഗ്രസ് നടപടിയിലേക്ക് ഇവിടുത്തെ സമരസമിതി നിൽക്കത്തില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാതെ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാതെ ഞങ്ങളിൽ ഒരാളും പിന്നിലോട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യമതിലിന് മുന്നിൽ ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും മടങ്ങി. മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യത്തോടുള്ള സർക്കാർ സമീപനം നിർണായകമാകും. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഈ പൊഴിയിൽ മുങ്ങി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം 78 മൃതദേഹം കിട്ടാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ എണ്ണവും നിരവധി. അതുകൊണ്ട് തന്നെ മുതലപ്പൊഴിയിലെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു സീസണൽ പരിഹാരമല്ല, മറിച്ച് ശാശ്വത പരിഹാരമാണ്. ടീം 24-നൊപ്പം ഷെഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ മറവിൽ വൻ സൈബർ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പിടിയിലായി. കോഴിക്കോട് സ്വദേശി രമിത്തിനെയാണ് കോട്ടയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവോഗ എഡ്യൂടെക് എന്ന കമ്പനിയുടെ മറവിലായിരുന്നു തട്ടിപ്പ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും ജോലിയും വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇതെന്ന് പറഞ്ഞാൽ ഇവോക്ക എഡ്യൂടെക് എന്നാണ് ഇവരുടെ പേര് വരിക. പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഇത് പക്ക ഒരു പ്രൊഫഷൻ, ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു 1 മന്തെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ പക്ക ഇത് ഫ്രോഡാണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഈ കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കവടിയാർ, തിരുവനന്തപുരം കവടിയാറാണ് ഇവരുടെ ബ്രോഷറിലും കാര്യങ്ങളും കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ പറയുന്നത് കവടിയാർ ടെക്നോ പാർക്ക് ഉണ്ട്, ആ ടെക്നോ പാർക്കിലാണ് ഫേസ് 1 ഇവരുടെ കമ്പനി ഉള്ളതെന്നാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഇല്ല. റോഡിൻ്റെ നടുക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുക. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത കുറച്ച് പേരെ ഷൗട്ട് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എത്ര വലിയ തട്ടിപ്പാണ് ഈ സംഘം നടത്തിയിരിക്കുന്നത്? ഇതിലെ മുഴുവൻ ആളുകളും പിടിയിലായിട്ടുണ്ടോ, അതോ ഈ രമിത്ത് എന്ന് പറയുന്ന പ്രധാനി മാത്രമാണോ ഇപ്പോൾ കസ്റ്റഡിയിലായത്?
വിജയകുമാർ, കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ പല കോളേജുകളിലും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന പേരിൽ എത്തി അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ ഡേറ്റ സ്വീകരിച്ച് പിന്നീട് അവർക്ക് ഫ്രീ ഇന്റേൺഷിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തങ്ങളുടെ കമ്പനിയിലേക്ക് വിദ്യാർത്ഥികളെ അടുപ്പിക്കുകയും പിന്നീട് അവരെ കമ്പനിയിൽ നിക്ഷേപം നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരിൽ നിന്ന് വലിയ തുകകൾ സ്വീകരിക്കുകയും അതിന്റെ ഇരട്ടി ലാഭം നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ഇതേ തുടർന്ന് വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമായിരുന്നു ഇവോക എഡ്യൂടെക് എന്ന കമ്പനി ചെയ്തതെന്നാണ് നിലവിൽ ആരോപണങ്ങൾ ഉയരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് മലപ്പുറത്തെത്തി രമിത്ത് എന്ന ഈ കമ്പനിയുടെ നടത്തിപ്പുകാരനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. രമിത്ത് ഏതായാലും ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് അഫ്താബ് എന്ന മലപ്പുറം സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകളാണ് ഇതിനോടകം നമുക്ക് തന്നെ ബൈറ്റുകളും മറ്റുമായി പരാതികൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഘം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖല, വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ തന്നെ അങ്ങേയറ്റം മലീമസമാക്കുന്ന രീതിയിലായിരുന്നു നടപടികൾ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇയാളുടെ ഭാര്യയായിരുന്ന രമിത്തിന്റെ ഭാര്യയായിരുന്ന ചിഞ്ചു KS എന്ന വ്യക്തിയെക്കുമെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചിഞ്ചു KS ആണ് ഈ ഇവോക എഡ്യൂടെക് എന്ന കമ്പനിയുടെ പ്രധാനമായ നടത്തിപ്പുകാരി. അതിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഓതറൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ചിഞ്ചു KS ആണ്. ഈ ചിഞ്ചു KS പരാതി ഉയർന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ വീണ്ടും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവോക എഡ്യൂടെക് എന്ന കമ്പനിയുടെ മറവിലാണ് തട്ടിപ്പത്രയും നടന്നിരിക്കുന്നത്. കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ പോലീസിന് മുന്നിൽ എത്താൻ തന്നെയാണ് സാധ്യത. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ ജനാലയിലൂടെ ചാടി അതിസാഹസികമായി ഇറങ്ങിയോടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഷൈൻ ഹോട്ടലിൽ നിന്ന് പുറത്തു കടക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന പ്രകടനമായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടെ താരം നടത്തിയത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. മലയാള സിനിമയ്ക്കിത് നാണക്കേടിന്റെ ദിവസം. ലഹരി പരിശോധനയ്ക്കായി ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ജനല് വഴി ഓടി രക്ഷപ്പെട്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രക്ഷപ്പെടൽ. കോമഡി ആക്ഷൻ സിനിമകളെ വെല്ലുന്ന നാടകീയതയാണ് ഇന്നലെ PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കൊച്ചി ഡാൻസ് ഓഫ്. ഇന്നലെ രാവിലെ 5:30 ഷൈൻ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. 314 റൂമിലേക്ക് 10:50 കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് എത്തുന്നു എന്ന വിവരം കണ്ട ഷൈൻ ടോം ചാക്കോ ആ റൂമിലെ ജനല് വഴി പുറത്തേക്ക് ചാടി. 3-ാം നിലയിലായിരുന്നു റൂം. 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലേക്ക് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അടക്കം ഒടിഞ്ഞു പോകുന്നു. പിന്നീട് അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഷൈൻ ടോം ചാക്കോക്കൊപ്പം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഷൈൻ ടോം ചാക്കോ എടുത്ത മുറിയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് പരിശോധന. അങ്ങോട്ടേക്ക് ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഷൈൻ ഓടിക്കളഞ്ഞെങ്കിലും സുഹൃത്ത് ആ മുറിയിലുണ്ടായിരുന്നു. സുഹൃത്തിനെ വിശദമായി പരിശോധിച്ചു. പക്ഷേ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ പോലീസ് സംശയിക്കുന്നത് ഷൈന്റെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നെന്നും ഇത് മറക്കുന്നതിനു വേണ്ടി ഷൈൻ ഓടി രക്ഷപ്പെട്ടുവെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ സമാനമായ നീക്കമാണ് എറണാകുളത്തെ ഈ സ്വകാര്യ ഹോട്ടലിലും നടത്തിയത്. രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ലെങ്കിലും നടന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഡാൻസ് ഓഫ് സംഘത്തിനായിട്ടുണ്ട്. എന്തിന് ഷൈൻ ഓടി എന്ന ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് ഷൈൻ ടോം ചാക്കോയാണ്. സിനിമാ സംഘടനകളടക്കം ഷൈനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും വിലക്കടക്കമുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് നടി പരാതി നൽകിയത്. നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ
എക്സൈസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. നടന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന നിലപാടിലാണ് പോലീസ്. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസി അലോഷ്യസിന്റെ പരാതി. നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാട്. കർശന നടപടി വേണമെന്ന് വിൻസി അലോഷ്യസ് 24നോട്. എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ? മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വിൻസിക്കൊപ്പം സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി 24നോട് പറഞ്ഞു. നിൽക്കണോടത്ത് നിന്ന് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലിടില്ല, ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറുക, ചാടി കയറുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആള് ഫുള്ള്. നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ലെന്ന് എക്സൈസ് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഷൈൻ ലഹരിയുമായി കടന്നു കളഞ്ഞതാണോ എന്ന സംശയ ദൂരീകരണമാണ് ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് പോയ ശേഷം താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച നടൻ ഷൈൻ ടോം ചാക്കോ രംഗത്തെത്തി. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് പരിഹാസം. ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിക്കൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. പരാതി അന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ നിയോഗിച്ച് അമ്മ. നടനെതിരെ കടുത്ത നടപടിയെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത് റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി കണ്ടാൽ മതി എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട്. ഇമെയിൽ മുഖേന പരാതി ലഭിച്ചതോടെ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അന്വേഷണത്തിന് നിയോഗിച്ചു. വിൻസിയുമായി നേരിട്ട് സംസാരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ വ്യക്തമാക്കി. എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. വിൻസിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ. പരാതിയിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം. ലഹരി ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോൺ ചാക്കോ. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടക്കാറില്ല. ഇവിടെ മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു? അല്ല, ആരുടെ പരാതിയാണ്? എന്നോട് പറഞ്ഞിട്ടില്ല പരാതി. പരാതിക്ക് പിന്നാലെ വിൻസി അലോഷ്യസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷ്യസിന്റെ നടപടി അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുമെന്നായിരുന്നു WCCയുടെ പ്രതികരണം. 24 കൊച്ചി. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ പുലർച്ചെ 3 മണിക്ക് കഞ്ചാവ് കിട്ടണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചിരുന്നു എന്നും ചിത്രീകരണത്തിന് പല സമയങ്ങളിലും എത്തിയിരുന്നില്ല എന്നുമാണ് ഹസീബ് മലബാർ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആരോപണം. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ശ്രീനാഥ് ഭാസി തുടർച്ചയായി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. രാത്രി 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട്. പേര് ശ്രീനാഥ് ഭാസി എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. 35 ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രീകരണം അവസാനിച്ചത് 120 ദിവസത്തിന് ശേഷമെന്നും ഹസീബ് മലബാർ. രാത്രി ഒരു ദിവസം ഇതേപോലെ ലഹരി വേണമെന്ന് പറഞ്ഞ് എന്റെ കൂടെയുള്ള ആളെ അവിടെ വിളിച്ചു പറഞ്ഞു. ഒരു 2:45 ആയപ്പം കഞ്ചാവ് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ വിളിച്ചു, എന്റെ കൂടെ നിൽക്കുന്ന പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നീ പണി പിണക്കണ്ട, പിണക്കാവുന്ന ആളെ വരില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക, ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അതുപോലെ അത് ഡീൽ ചെയ്തു. തോന്നും പോലെയാണ് ഷൂട്ടിങ്ങിന് എത്തിയിരുന്നത്. ലഹരി ഉപയോഗം സിനിമാ ചിത്രീകരണത്തെ മോശമായി ബാധിച്ചു. തന്റെ സിനിമയ്ക്ക് കളങ്കമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. അണിയറ പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിനു ശേഷം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഹസീബ് മലബാർ. വിഷയത്തിൽ നടൻ ശ്രീനാഥ് ഭാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ്
ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. ബില്ലുകൾ ഒപ്പുവയ്ക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ നിയമപോരാട്ടത്തിനൊരുങ്ങി തമിഴ്നാട് ഗവർണർ. ഡൽഹിയിലേക്ക് പോയ RN രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് പുനഃപരിശോധനാ ഹർജി നൽകുന്നതിൽ തീരുമാനമെടുക്കും. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നു എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ വിമർശനം. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പുവയ്ക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ചരിത്രവിധിയുടെ ആഘാതം മറികടക്കാൻ നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട് ഗവർണർ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലേക്ക് പോയ RN രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നിയമവശം പരിശോധിച്ച ശേഷം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. കോടതി വിധിക്ക് പിന്നാലെ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകളും നിയമമായി മാറിയിരുന്നു. അതേസമയം ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വിമർശിച്ചു. We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). There it has to be 5 judges or more. Article 142 has become a nuclear missile against democratic forces. Available to judiciary 24/7. ഭരണഘടനയെ മറന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ കേസിൽ വിധി പറഞ്ഞതെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. എന്തായാലും വിവാദമായ 10 ബില്ലുകളിലെ തർക്കവും നിയമപോരാട്ടവും അടുത്തെങ്ങും അവസാനിക്കുന്ന മട്ടില്ല. 24 ചെന്നൈ. ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. എല്ലാ കേസുകളിലും CBI അന്വേഷണം പ്രായോഗികമല്ലെന്ന് കോടതി പറഞ്ഞു. സർക്കാർ നിലപാട് ശരിയെന്ന് കോടതിയും വ്യക്തമാക്കിയതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. K. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ധുലിയ, K. വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. കേസ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ അന്വേഷിച്ചതെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഗവൺമെന്റ് ആ കേസ് വളരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമപരമായി പരിശോധിക്കുകയും നിലപാടുകൾ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് CBI എൻക്വയറിക്ക് വേണ്ടി അവർ കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എന്താണ് ഇതിലൊരു ആശങ്ക വന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അവരെ ആരെങ്കിലും ഈ കാര്യത്തിൽ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ചാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ ഹർജി നേരത്തെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. 24 ഡൽഹി. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും പിഞ്ചുമക്കളെയും ചുട്ടുകൊന്ന കേസിലെ പ്രതിയെ വിട്ടയച്ചു. പ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെബ്രാമിന് നല്ല നടപ്പിന്റെ പേരിലാണ് ശിക്ഷയിൽ ഇളവ് നൽകിയത്. ഒഡീഷ സർക്കാരിൻ്റെതാണ് ഈ തീരുമാനം. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരെയും വാനിന് തീവച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മഹേന്ദ്ര ഹെബ്രാമിനെയാണ് കിയോഞ്ചർ ജയിലിൽ നിന്നും വിട്ടയച്ചത്. ഒഡീഷ സംസ്ഥാന ശിക്ഷാ അവലോകന ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വിട്ടയച്ചതെന്ന് കിയോഞ്ചർ ജയിൽ അധികൃതർ അറിയിച്ചു. ജയിൽ മോചിതനായ മഹേന്ദ്ര ഹെബ്രാമിനെ പ്രവർത്തകർ മാലയിട്ട് ജയ് ശ്രീറാം വിളിച്ച് സ്വീകരിച്ചു. കേസിലെ മുഖ്യപ്രതി രബീന്ദ്രപാൽ സിംഗ് എന്ന ദാരാ സിംഗിന്റെ ഉറ്റ കൂട്ടാളിയാണ് ഹെബ്രാം. ദാരാ സിംഗ് ജയിലിൽ തുടരുകയാണ്. 1999 ജനുവരി 22-നാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കൊലപ്പെടുത്തിയത്. കിയോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിലായിരുന്നു സംഭവം. ആദിവാസികളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സ്റ്റെയിൻസിനെയും കുട്ടികളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ചുട്ടുകൊന്നത്. കേസിൽ CBI കണ്ടെത്തിയ 14 പ്രതികളിൽ ദാരാ സിംഗ്, ഹെബ്രാം എന്നിവരൊഴികെ മറ്റ് 12 പേരെയും പിന്നീട് വിട്ടയച്ചിരുന്നു. 24 ഡൽഹി. ഭൂമി ഇടപാടിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ റോബർട്ട് വദ്ര വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വദ്രയെ 13 മണിക്കൂറിലധികം ED ചോദ്യം ചെയ്തിരുന്നു. BJPയിൽ ചേർന്നാൽ തീരാവുന്ന കേസ് മാത്രമാണിതെന്ന് റോബർട്ട് വദ്ര പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാവിലെ 11 മണിയോടെ റോബർട്ട് വദ്ര ഡൽഹിയിലെ ED ആസ്ഥാനത്തെത്തിയത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും റോബർട്ട് വദ്ര നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത തേടിയുമാണ് ED വീണ്ടും ചോദ്യം ചെയ്യുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇഡി ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ തനിക്കുണ്ടെന്നും റോബർട്ട് വദ്ര. मेरे को समझ नहीं है कि 2019 के बाद जब मैं 15 बारी गया हूँ, 10-10 घंटे बैठा हूँ और सारे सवाल के जवाब दिए हैं, अब 7 साल बाद वही विषय में दोबारा बुलाने का मेरे को मकसद समझ नहीं आ रहा. उसी दिन चार्जशीट होती है सोनिया जी और राहुल की, तो ये टोटल पॉलिटिकल विच हंट है. और ये मैं नहीं कह रहा हूँ, ये अनुभव है मेरा लोगों के बीच में, और लोगों की सोच ये है कि गलत दुरुपयोग हो रहा है ഏജൻസിയോ का और ये नहीं होना चाहिए. ഹരിയാനയിലെ ഷിക്കോപൂരിൽ 3.5 ഏക്കർ സ്ഥലം 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ വദ്ര മാസങ്ങൾക്കകം അത് 58 കോടി രൂപയ്ക്ക് DLF-ന് മറച്ചുവിറ്റു. ഈ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. റോബർട്ട് വദ്രയെ തുടർച്ചയായ 3-ാം ദിനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയ്ക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് ഇഡി. ഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സർക്കാരിനെയും നാഷണൽ ഹെൽത്ത് മിഷനെയും രൂക്ഷമായി വിമർശിച്ച് ആശാ വർക്കേഴ്സ്. ആശമാരുടെ ഓണറേറിയത്തിൽ വ്യാജ കണക്കുകളാണ് NHM പുറത്തുവിടുന്നത്. ആശമാരുടെ വിഷയം പഠിക്കാനുള്ള കമ്മിറ്റി രൂപീകരിച്ചു എന്നാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കോടതിയെപ്പോലും സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആശാ വർക്കേഴ്സ് പറഞ്ഞു. 232 രൂപയേക്കാൾ കൂടുതൽ വേതനം ആശമാർക്ക് ലഭിക്കുന്നുവെന്ന NHM വിശദീകരണമാണ് വിമർശനങ്ങൾക്ക് പിന്നിൽ. ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തിലാണ് NHM നിലപാട്. സർക്കാരിന് വേണ്ടി NHM വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് ആശാ വർക്കേഴ്സ്. NHM ഇങ്ങനെ വ്യാജ കണക്കുകൾ ഇറക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ 18 വർഷക്കാലവും വിടുപണി ചെയ്യിക്കുമായിരുന്നു. യാതൊരു കൂലിയും കൊടുക്കാതെ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഏത് മാസം തിരിച്ചു കൊടുക്കാം എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണമുള്ള വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ വേതനം തുച്ഛമായത് കൊടുത്തുകൊണ്ടിരുന്നത്. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാതെ ഹൈക്കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആശമാർ. സർക്കാരിൻ്റെതായ ആഡംബരങ്ങൾ കാണിക്കാൻ എല്ലാം കാശുണ്ട്. 20 കോടിയിലധികം രൂപ അവരുടെ ഇപ്പോഴത്തെ പാർട്ടി പരിപാടി 4ാം വാർഷികാഘോഷം. എന്തോന്നാ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം നമ്മളിത് കണ്ടിട്ടുണ്ടോ? വർഷാവർഷം ആഘോഷിക്കാൻ വേണ്ടി എന്തോന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ, ബർത്ത്ഡേ ആണോ, അതാ ചരമവാർഷികമാണോ ഇങ്ങനെ വർഷാവർഷം ആഘോഷിക്കാൻ? ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് നടത്തിവരുന്ന സമരം ഇന്ന് 67ാം ദിവസത്തിലേക്ക് കടന്നു. 24 തിരുവനന്തപുരം. കോട്ടയം നീഴിക്കാട് അഭിഭാഷകയും മക്കളും മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ജിസ്മോളുടെ കുടുംബം. ഭർത്തൃവീട്ടിൽ നിന്നും ക്രൂരമായ ഗാർഹിക പീഡനം ഉണ്ടായി എന്ന് ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരൻ ജിറ്റോയും പറഞ്ഞു. വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്തൃവീട്ടിൽ നിന്നും ജിസ്മോൾക്ക് മാനസിക പീഡനം ഉണ്ടായി എന്നാണ് അച്ഛൻ തോമസും സഹോദരൻ ജിറ്റോയും പറയുന്നത്. പലതവണ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ചു. കുടുംബ ബന്ധം തകരാതിരിക്കാൻ വേണ്ടി അതെല്ലാം പറഞ്ഞു തീർത്തു. എന്നാൽ ശാരീരിക പീഡനങ്ങൾ പോലും പിന്നീടുണ്ടായെന്നും കുടുംബം. അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകന്നിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പാ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ മാതാവ്, സഹോദരി എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. നാണക്കേട് ഭയന്നാണ് ഗാർഹിക പീഡന വിവരം ജിസ്മോൾ പുറത്തു പറയാതിരുന്നതെന്നും ബന്ധുക്കൾ. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. വിദേശത്തായിരുന്ന അച്ഛൻ തോമസും സഹോദരൻ ജിറ്റോയും ഇന്നാണ് നാട്ടിലെത്തിയത്. ബന്ധുക്കളെത്തിയ സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. വിവിധ സഭാധ്യക്ഷന്മാർ കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെയും ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പെസഹ. കാൽ കഴുകൽ ശുശ്രൂഷയുടെ സ്മരണയിൽ വിവിധ ദേവാലയങ്ങളിൽ വൈദികർ 12 പേരുടെ പാദങ്ങൾ കഴുകി. എറണാകുളം കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ
മാർ റാഫേൽ തട്ടിലും തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ബെസോലിയസ് മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. നിങ്ങളെയും നിങ്ങളോടുകൂടെ ഞങ്ങളെ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കോതമംഗലം വലിയ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസാലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിലാണ് നേതൃത്വം നൽകിയത്. പെസഹ അനുസ്മരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവർ വീടുകളിൽ അപ്പം മുറിച്ച് പെസഹ ആചരിച്ചു. 24 കോട്ടയം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.